യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിനക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. ഈ ഇഷ്ടക്കേട് നീ ചീരുവിനോടും മക്കളോടും നാളെ കാണിക്കുമെന്നും എനിക്കറിയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ ഇല്ല രഘു, ഇനി വിനയൻ അങ്ങനെ ഒന്നും കാണിക്കില്ല. അതിന് മഞ്ജുളും കൂടിയാ നമ്മുടെ ഉറപ്പ്, അല്ല മഞ്ജുള? അതെ സർ. ഓക്കെ രഘു, നമുക്ക് പോവാം. ഇനി ഒരു ദാക്ഷിണ്യമില്ല. വീണ്ടും വരണി വന്നാൽ ഐ വിൽ ഫിനിഷ് യു ഓഫ്. നീ അടുത്ത ഒഴിക്കടാ. ഒരു ദാസങ്ങളും ഒരു രഘു. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അതെ, ശബരിക്കും സമയത്തിന് എത്താൻ പറ്റി. മോൻ ശരിക്കും ശബരിയെ പോലെ തന്നെയുണ്ടല്ലേ അച്ഛാ? ഇത്രയും ചെറിയ കുഞ്ഞുവാവയെ നോക്കി ഇപ്പൊ നമുക്ക് ഷേപ്പ് ഒന്നും പറയാൻ പറ്റില്ല ചേച്ചി. ഓ, ദയമോള് കിടക്കട്ടെ. എല്ലാരും കൂടി ഇങ്ങനെ ചുറ്റിലും നിന്നാ അവക്ക് നല്ല ശ്വാസം പോലും കിട്ടില്ല. ഞാൻ ഇന്ദ്രേട്ടനെയും വിനയനെയും വിളിച്ച് കുഞ്ഞുണ്ടായ വിവരം പറഞ്ഞിട്ട് ശരി ശരി. എന്നാ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ആയിക്കോട്ടെ പക്ഷേ. ശരി മോളെ. ഉന്നുസേ, ഞങ്ങൾ അങ്ങോട്ട് നിൽക്കാം. ഹാ ഷോ മോനെ. സോന കിടന്നോ അമ്മേ? ഇല്ല, അവള് കൊച്ചിന് പാല് കൊടുക്കണം തോന്നുന്നു. എടുത്തി നല്ല വിശപ്പ്. ഫുഡ് റെഡിയല്ലേ? എല്ലാം റെഡിയാ, പോയി കുളിച്ചിട്ടോ. ഇന്നെന്താ നിനക്ക് പതിവില്ലാത്തൊരു വിശപ്പ്? ആഹാ, അപ്പൊ എനിക്ക് വിശക്കാനും പാടില്ല അല്ലേ? ഞാൻ സാധാരണ കഴിക്കുന്നില്ലെന്നാണല്ലോ അമ്മയുടെ പരാതി. നാളെ നീ നേരത്തെ റെഡി ആവണം. ബാങ്കിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. നാളെയോ? അതെന്താ? നാളെ നിനക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ പോണെന്ന് പറയുന്നത്, അപ്പോഴേക്കും എതിര് പറഞ്ഞോണം. അയ്യോ അമ്മേ, ഞാൻ എതിര് പറഞ്ഞല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. എന്തിനാ ഏട്ടാ നാളെ ബാങ്കിൽ പോകുന്നേ? ഏട്ടത്തി പോകേണ്ട അത്യാവശ്യമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ട്, അനു പോയി സൈൻ ചെയ്യേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതിന് നിനക്കിത് വല്ലതും അറിയോ? അത് ശരിയാ. ഇവന് ജോലിക്കാര്യത്തിലല്ലല്ലോ ശ്രദ്ധ. എന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനാണെങ്കിൽ സത്യം എടുക്കണ. നീ വേഗം പോയി കുളിച്ചിട്ട് വാ. നിനക്ക് വിശക്കുന്നു എന്നല്ലേ പറഞ്ഞേ? എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാനൊന്ന് കുളിക്കട്ടെ. അനു, നീ വന്നേ. ഇന്ദ്രേട്ടാ, ദയ പ്രസവിച്ചോ? അപ്പൊ നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ബാങ്കിലെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. ദയ പ്രസവിച്ചു. ആൺകുഞ്ഞാ. ശബരി എന്നെ വിളിച്ച് പറഞ്ഞത്. ആടോ? ഭാഗ്യം. ഒരു ആപത്തും ഇല്ലാതെ ഈശ്വരൻ കുഞ്ഞിനെ ദയം സുരക്ഷിതമായിട്ട് തന്നല്ലോ. അതെ, പിന്നെ തൽക്കാലം ഈ കാര്യം ആരും അറിയണ്ട. അതാ ഞാൻ സത്യനോട് പോലും പറയാതിരുന്നത്. എങ്ങാനും പറയുന്നതോ മറ്റോ അമ്മ കേട്ടാ പിന്നെ മനസ്സമാധാനത്തോട് പോയി കുഞ്ഞിനെ കാണാൻ പോലും പറ്റില്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി ഇന്ദ്രേട്ടാ.
ഇന്ദ്രേട്ടനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഞാനും എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യണ്ടേ? സന്തോഷായി, ഒരുപാട് സന്തോഷായി. എനിക്കൊരു നിർബന്ധമേ ഉള്ളൂ, എന്റെ അമ്മ വിഷമിക്കാൻ പാടില്ല. ഈശ്വരൻ പറയുന്ന പോലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് ദോഷം വരാത്ത ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതാകുമ്പോ അമ്മയ്ക്ക് സങ്കടവുമില്ല, നിനക്ക് സന്തോഷമാവുകയും ചെയ്യും. അതെ, നമ്മൾ അവിടെ ചെല്ലുമ്പോ അവിടെ അച്ഛനും ദയക്കും ശബരിക്കും എല്ലാം സന്തോഷാവുകയും ചെയ്യും. ആ, ഏതായാലും നീ രാവിലെ നേരത്തെ തന്നെ റെഡിയാവും. നമുക്ക് പോയി കണ്ടിട്ട് വരാം. ശരി. ആ, ഞാനൊന്ന് കുളിക്കട്ടെ. ചക്കരേ സുന്ദരനാണല്ലോ. എന്ത് രസല്ലേ. ഞാൻ പോയി എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരം എടുത്തിട്ട് വരാം. മഞ്ചടി, നമുക്ക് ഇറങ്ങാം. എനിക്ക് ഈ കുഞ്ഞിന്റെ അടുത്തുനിന്ന് വരാൻ തോന്നുന്നില്ല. ഞാൻ ഇവനെ കുറച്ചു നേരം കൂടി എടുത്തോണ്ട് നടക്കട്ടെ. കുറച്ചു നേരം എടുത്തോണ്ട് നിൽക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷേ അവൻ ഞങ്ങളുടെ കുട്ടിയാ, അതുകൊണ്ട് അവനെ ആർക്കും ഞങ്ങൾ തരില്ല. അല്ലേ അനിതേ? ആ അതെ. അതെന്ത് വർത്തമാനാ വാസന്തി ചേച്ചി? കുഞ്ഞിങ്ങനെ നിങ്ങളുടെ മാത്രമാവുന്നേ? ഇവനെ ഞങ്ങളുടെയും കൂടെ കുട്ടിയല്ലേ. ഒരു പെണ്ണിനെ വളർത്തി വലുതാക്കി കല്യാണം കഴിച്ചയച്ചാ പിന്നെ അവളുടെ ഒരു കാര്യത്തിനും സ്വന്തം വീട്ടുകാർക്ക് ഒരു അവകാശമില്ലേ? അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ദയ ഗർഭിണിയായപ്പോ മുതല് ഇത്രയും നാളും ഞങ്ങളുടെ കൂടെ തന്നെയല്ലേ നിന്നത്. ശബരിയും ഞങ്ങളും അല്ലേ ഇവളെ നോക്കിക്കൊണ്ടിരുന്നത്. വളരെ കുറച്ചു ദിവസമല്ലേ നിങ്ങൾ കൊണ്ടുപോയി നോക്കിയത്. അതുകൊണ്ട് കുഞ്ഞിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് തന്നെ അവകാശം കൂടുതല്. ദേ നോക്കിയ ദിവസത്തിന്റെ കണക്ക് പറഞ്ഞാണോ കുഞ്ഞിന്റെ അവകാശം തീരുമാനിക്കുന്നത്? ഇതൊക്കെ എവിടത്തെ രീതിയാണെന്ന് എനിക്കറിയില്ല. ചേച്ചി എന്താ? ഒന്ന് നിർത്തി ചേച്ചി, പ്ലീസ്. ചേച്ചി ആഹാരം എടുക്കാൻ പോകുന്നല്ലേ പറഞ്ഞ? ചെല്ല്, പോയി എടുത്തോണ്ട് വാ. ഇനി കുറച്ച് സമയമല്ലേ ഇവിടെ ഉള്ളൂ. ഇവിടെ നിന്ന് വെറുതെ അതും പറഞ്ഞ് വഴക്കുണ്ടാക്കിയുള്ള സമാധാനം കളയല്ലേ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. വാ മഞ്ചാടി, നമുക്ക് പോവാം. ചേച്ചി ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല. ചേച്ചി കണ്ടോ ദയേ, നിന്റെ ചേച്ചിയുടെ സ്വഭാവം കണ്ടോ? വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്കുന്നുണ്ടോ? അതെ, വാസന്തി ചേച്ചി വെറുതെ തമാശയ്ക്ക് മഞ്ചാടിയോട് പറഞ്ഞതിന്റെ വാലി പിടിച്ചു തൂങ്ങി ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. അമ്പിളീച്ചിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. എന്നാലും ഇതിത്തിരി കൂടുതലാ. പിന്നെ ആശുപത്രി ആയതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചതാ. നീ എന്താ തലയ്ക്ക് തീ പിടിച്ച പോലെ നടക്കുന്നേ? ചീരു ചോദിച്ചത് നീ കേട്ടില്ലേ? ദയയും കുഞ്ഞിനെയും കാണാൻ ചീരുവിനെ ഹോസ്പിറ്റലിലേക്ക് നീ കൊണ്ടുപോകുന്നില്ലേന്ന്. രണ്ടാളും കൂടി എന്നെ വെറുതെ പ്രാന്ത് പിടിപ്പിക്കരുത്. ഇന്നലെ ഞാൻ ഇവളെ അവിടെ കൊണ്ടുവിട്ടതല്ലേ. ഇവളെ കൊച്ചിനെ കാണാതെ വന്നത് എന്റെ കുറ്റാണോ? ഇന്നലെ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുമെന്നല്ലേ പറഞ്ഞ? ആ, അതുകൊണ്ടാണോ നീ ഇന്നലെ ദാസങ്ങളിനെയും രഘുവിനെയും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ചത്? അവന്മാർക്കെന്താ ഇവിടെ കാര്യം? അവന്മാരോ? ദേവിനേട്ടാ, സൂക്ഷിച്ച് സംസാരിക്കണം. അവര് രണ്ടുപേരും എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാ. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ എന്റെ സുഹൃത്തിന്റെ ഭാര്യ മുലയൊട്ടിയത് ചോദിക്കാൻ അവരാരാ?